ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്നൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനം ഒരു 1/2 കിലോ ചിക്കൻ. ഇത് ഞാൻ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് ബോൺലെസ്സും ഉണ്ട്, കുറച്ച് ബോണും, രണ്ടും കൂടെ ചേർത്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ബോണും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചിക്കൻ, അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണേ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, ചിലർ ഇതിനകത്ത് ഒരു ടീസ്പൂൺ തൈര് ചേർക്കും. തൈര് ചേർക്കുമ്പോൾ സോഫ്റ്റ് ആകാനായിട്ടാണ്. ഞാനിതിനകത്തൊരു ടീസ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒരു ടീസ്പൂൺ വീതം കേട്ടോ. ഇത് പേസ്റ്റ് വേണേൽ പേസ്റ്റ് ഇടാൻ, ഞാനിവിടെ ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നാലേ ഇതിനകത്ത് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് റെഡി ആകത്തുള്ളൂ, ആ ടേസ്റ്റ് നല്ല വരത്തുള്ളൂ. ഇത് പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു ടേസ്റ്റ് വരത്തില്ല. ഒരു 1/2 മണിക്കൂർ വെച്ചേക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഉപ്പും ആ വിനീഗറിന് കുറച്ചേ ഒഴിച്ചുള്ളൂ നമ്മൾ, നല്ലത് എല്ലായിടും ഒന്ന് ആകണം. ഒരു 1/2 മണിക്കൂർ നമുക്കിതുപോലെ വെച്ചേക്കാം. അതിനുശേഷം ബാക്കി ചെയ്യാം. ഒരു ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ 2 വലിയ തക്കാളി, 2 വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കസൂരി മേത്തി. അതൊരു ടേബിൾ സ്പൂൺ നമ്മൾ അവസാനം പൊടിച്ച് ചേർക്കണം, എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ടൊമാറ്റോ സോസ് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ. ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കും, 3 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ഇതിനൊക്കെ ആവശ്യമായ പൊടികളെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണേ. ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. ഓയിൽ ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കും ഇതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ ഇത് ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ഞാൻ നേരത്തെ പറയാം വിട്ടുപോയി ബട്ടറിൻ്റെ കാര്യം കേട്ടോ. നമ്മളിതിനകത്ത് ബട്ടർ നന്നായിട്ട് ചേർക്കണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ബട്ടർ വേണമെങ്കിൽ ഒഴിവാക്കാം. ചിലർ ഒരുപാട് ബട്ടർ ഒന്നും ഉപയോഗിക്കാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൺഫ്ലവർ ഓയിലിനകത്ത് മാത്രം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ് ഫ്രൈ അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നമ്മളത് വറുത്തെടുക്കണം. ചിക്കൻ ഇതിനകത്തോട്ട് നിരത്തി വെച്ച് കൊടുക്കും. ചിക്കനെല്ലാം ഞാൻ എടുത്ത് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സിമ്മിലിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ വരണം ചിക്കൻ. വെളുത്തുള്ളി ചതച്ചൊക്കെ ഞാൻ എൻ്റെ മേളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. ഒന്ന് ചരിച്ച് വെച്ചേക്കണം, ഫുള്ളങ്ങ് അടയ്ക്കണ്ട. ചരിഞ്ഞിരിക്കുന്നില്ല, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക്.
ഞാൻ ചിക്കൻ ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്കിതങ്ങ് കോരിയെടുക്കാം കേട്ടോ. ചിക്കനെല്ലാം ഞാൻ കോരിയെടുത്ത് ഇനി ഒരു സ്വല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറെ പാനൊന്നും മാറ്റണ്ട, ഇതിൽ തന്നെ നമുക്കങ്ങ് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. അതിനകത്തോട്ട് നമുക്ക് ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുക. അതൊരു മൂത്ത ഒരു മണം വരുവേ. ഒരു മണം വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് സവോള, 3 സവോളയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് തീരെ നൈസായിട്ടൊന്നും അരിയുണ്ട് കേട്ടോ. നമ്മളിത് വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് നൈസായിട്ട് അരിയൊന്നും വേണ്ട. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഞാൻ ഈ ഫുള്ളങ്ങ് വീഡിയോ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ കുക്ക് ചെയ്യുന്ന ആ ടൈം മുഴുവൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. സവോള ഞാൻ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറണം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം, അല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ ഈ വഴറ്റുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ രുചി അതുപോലെ മാറുകയും ചെയ്യും. ഇത് 2-3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഞാനൊരു 2-3 മിനിറ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞ് വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഈ മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ഇടണം. ഈ മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുമ്പോഴും അതുപോലെ ഒരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റി ആ പച്ചമണം മാറിയിട്ട് തക്കാളി ഇടാവുള്ളൂ. ഇത് നന്നായിട്ടൊരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഞാൻ ഈ പൊടികൾ ഒരു 4-5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയുടെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ നേരത്തെ അണ്ടിപ്പരിപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഇത്രയും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുക്കാകണം. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. അതിൻ്റെയും കൂടെ പച്ചമണം മാറണം. അത് നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത് കുഴപ്പമില്ല. അന്നേരത്തേന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കണ്ടു. ഇനിയിപ്പം നമുക്ക് തീ അങ്ങ് നിർത്താം. തീ നിർത്തിയിട്ട് ഇത് തണുക്കണം നന്നായിട്ട്. തണുത്തതിന് ശേഷം മിക്സിയുടെ ആ വലിയ ജാറുണ്ടല്ലോ അതിനകത്തിട്ടിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നല്ല നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു വരത്തുള്ളൂ കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് പിന്നെ ചൂട് മാറും. നമ്മൾ നേരത്തെ എടുത്ത ആ പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് തീ കത്തിച്ചിട്ട് ഒരു സ്വല്പം കൂടെ ബട്ടർ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് മെൽറ്റാകുമ്പോൾ നമ്മൾ ഇതുണ്ടോ നന്നായിട്ട് നമ്മൾ നേരത്തെ ആ ഉള്ളി, തക്കാളി അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എന്നിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഈ അരപ്പും അതുപോലെ ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ചെറു ചൂടുവെള്ളം, അതായത് വെള്ളം ചൂടാക്കി വെച്ചിട്ട് തണുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ചൂടോടെ ഇത് അരയ്ക്കാൻ പാടില്ല. പിന്നെ ഈ മിക്സിക്കകത്ത് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. 2-3 മിനിറ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചാറ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക്
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനകത്ത് നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണം കൂടി ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ ബട്ടറും ഒക്കെ അതിങ്ങനെ അങ്ങ് എടുത്ത് കിട്ടാൽ മതി. ബട്ടറിലല്ലേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തത്. നല്ല കുറുകിയ ചാറാണ്. ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഇനി ഒരു 5 മിനിറ്റ് ഞാനിത് സിമ്മിലിട്ടൊന്ന് വേവിക്കും. ഇത് അടച്ച് വെച്ചിട്ട് കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാൻ. നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേവണം തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റും കൂടി ഇട്ടു. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതെല്ലാം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു കുറുകലുണ്ടാവുക കറിക്ക്. ഇപ്പം തന്നെ കുറുകിയിട്ടിരിക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തല്ലോ. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കസൂരി മേത്തിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു ടേബിൾ സ്പൂൺ കാണും. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഇപ്പം നല്ലൊരു മണം കേട്ടോ. എന്നിട്ടൊരു സ്വല്പം ബട്ടറും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവേ. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു സ്വല്പം മല്ലിയില. എനിക്ക് ഈ ഒരുപാട് മല്ലിയില ഇടുന്ന ഇഷ്ടമില്ല. അത് കാരണം ഞാൻ വളരെ കുറച്ച് ഇത് ഇടത്തുള്ളൂ. ചെറിയൊരു ഫ്ലേവർ കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇടത്തില്ല. എനിക്കെന്തോ ബിരിയാണിക്ക് അതൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ബാക്കിയുള്ള കറികളിൽ ഒരുപാട് ഇടുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചേർക്കത്തില്ല. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ലൊരു ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഗീ റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം വളരെ നന്നായിട്ട് ചേരുന്ന ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരും. ഓക്കെ, താങ്ക് യു.